വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിലൊന്ന് വിരാട് കോഹ്ലിക്ക് ഇൻട്രോ പറയാനാണ്. കാരണം കംബാക്ക്, ഹീറോയിസം, സെഞ്ചുറികൾ, പോരാട്ടവീര്യമെല്ലാം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നതെല്ലാം അതിൻ്റെ ആവർത്തനങ്ങൾ മാത്രം. ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം നടന്ന ഓസ്ട്രേലിയൻ പരമ്പര? 2 തുടർ ഡക്കുകൾക്ക് ശേഷം അന്ന് തിരിഞ്ഞു നടന്ന കോഹ്ലിയെ എല്ലാവരും വിമർശിച്ചതാണ്. പക്ഷേ എല്ലാ വിമർശനങ്ങളെയും തിരുത്തി അയാൾ തിരിച്ചു വന്നു. അതുപോലെ 2 തുടർ ഡക്കുകൾക്ക് ശേഷം അയാൾ IPLലും തിരിച്ചു വന്നിരിക്കുന്നു. പതിവ് പോലെ രാജകീയമായി തന്നെ. തളർന്നു എന്ന് പലരും വിധി കുറിക്കുന്നിടത്താണ് ചിലർ തങ്ങളുടെ യഥാർത്ഥ യുദ്ധം ആരംഭിക്കുന്നത്. വിരാട് കോഹ്ലി ഫാൻസിനും RCB ഫാൻസിനും ഇത് നല്ല കാലമാണ്. RCB ഫാൻസ് ഒരുപാട് കാലം കണ്ട കിനാവുകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാത്തിരിപ്പുകൾക്കൊടുക്കം ആദ്യമായൊരു കിരീടം. തൊട്ടു പിന്നാലെയുള്ള ഈ സീസണിലും നിർണായക സമയത്ത് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനും 16 പോയിന്റ് ഉണ്ടെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിലാണ് RCB ഒന്നാമതെത്തിയത്. ഈ തകർപ്പൻ വിജയത്തോടെ RCB തങ്ങളുടെ ഒരു കാൽ പ്ലേ ഓഫിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മത്സരങ്ങളിൽ ഒരെണ്ണം കൂടി ജയിച്ചാൽ അവർക്ക് ഔദ്യോഗികമായി തന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കാം. 2ഉം വിജയിച്ചാൽ ടോപ്പ് 2ഉം ഉറപ്പ്. പക്ഷേ ഇത്രയും അഡ്വാൻറ്റേജിൽ നിന്നാൽ പോലും പൂർണ്ണമായും RCB പ്ലേ ഓഫ് കളിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അടുത്ത മത്സരം പഞ്ചാബ് കിങ്സുമായാണ്. ആ മത്സരം പരാജയപ്പെട്ടാൽ പിന്നെ ഹൈദരാബാദുമായുള്ള അവസാന മത്സരം അതിനിർണായകമാകും. കാരണം 2ലും പരാജയപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ RCBക്ക് തിരിച്ചടി സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ടീമുകൾ 16 പോയിന്റിൽ ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് റൺ റേറ്റ് ആകും കാര്യങ്ങൾ തീരുമാനിക്കുക. 2 മത്സരങ്ങളിലും ഏറ്റുവാങ്ങുന്നത് വലിയ തോൽവിയാണെങ്കിൽ മാത്രമേ RCBയുടെ സാധ്യതകൾ അവസാനിക്കൂ. ഇതൊരു സെനാരിയോ മാത്രമാണ്. അടുത്ത മത്സരം വിജയിച്ച് ടോപ്പ് 2 തന്നെയാകും RCB ഉന്നം വെക്കുക. അപ്പോൾ കൊൽക്കത്തയുടെ കാര്യമോ? 11 കളികളിൽ നിന്നും 9 പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത്. 4 തുടർ വിജയങ്ങൾക്ക് ശേഷമുള്ള ഈ തോൽവി ഇവർക്ക് വലിയ തിരിച്ചടിയാണ്. പക്ഷേ സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പറയാനായിട്ടില്ല. ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിക്കണമെന്നതാണ് അവർക്കുള്ള ഒരേ ഒരു മാർഗം. കൂടെ മറ്റു റിസൾട്ടുകളെല്ലാം തങ്ങൾക്ക് അനുകൂലമായി വരാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നലെ റായ്പൂരിലെ ഷഹീദ് വീർനാരായൺ സിംഗ് സ്റ്റേഡിയത്തിൽ പെയ്തിറങ്ങിയ പേമാരിയേക്കാൾ ശക്തമായിരുന്നു പിന്നീടുള്ള വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ബോളർമാരെ നിലം തൊടിയിക്കാതെ തല്ലി തകർത്ത് വിമർശകരുടെ വായടിപ്പിച്ചുകൊണ്ട് കോഹ്ലി തന്റെ 9ാം IPL സെഞ്ചുറി കുറിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ഒരിക്കൽ കൂടി യഥാർത്ഥ രാജാവിനെ കണ്ടു. T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 14,000 റൺസ് തികക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. വെറും 409 ഇന്നിംഗ്സുകളിൽ നിന്ന് ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് തകർത്ത് ഈ നേട്ടത്തിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബാറ്ററായും കോഹ്ലി മാറി. ഗ്രൗണ്ട് ഏതായാലും എതിരാളി ആരായാലും ചേസിംഗ് ആണെങ്കിൽ എല്ലാവരുടെയും കണ്ണുകൾ നീളുക കോഹ്ലിയിലേക്കാണ്. 193 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ബംഗളൂരു ബാറ്റ് വീശുമ്പോഴും എല്ലാവരുടെയും കണ്ണ് വിരാട് കോഹ്ലിയിൽ തന്നെയായിരുന്നു. വിസ്ഫോടനത്തിനപ്പുറത്ത് ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ വരച്ചിട്ട മനോഹരമായ ഒരു പെയിന്റിംഗ് പോലെ, അല്ലെങ്കിൽ വരികൾക്കിടയിൽ അനുഭൂതി നിറക്കുന്ന ഒരു മനോഹര കവിത പോലെയായിരുന്നു ഇന്നലെ അയാളുടെ ബാറ്റിംഗ്. തുടക്കത്തിൽ വിക്കറ്റ് പോകാതെ വളരെ ശാന്തമായി പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കിയാണ് കോഹ്ലി കളിച്ചത്. 2 ഡക്കുകൾക്ക് ശേഷം ആദ്യമായി റണ്ണെടുക്കുമ്പോൾ ഗാലറി ആരവുണ്ടാക്കുന്നതും കണ്ടു. വൈഭവ് അറോർ എറിഞ്ഞ 2ാം ഓവറിൽ തുടർച്ചയായ 4 ഫോറുകൾ അടിച്ചുകൊണ്ടാണ് കിങ് തന്റെ ക്ലാസ് വീണ്ടെടുത്തു തുടങ്ങിയത്. 5ാം ഓവറിൽ കാർത്തിക് ത്യാഗിക്ക് നേരെ പായിച്ച ആ സിക്സർ ഷോട്ട് ഓർമ്മയില്ലേ? നെറ്റ്സിൽ അയാൾ എത്രത്തോളം പണിയെടുക്കുന്നു എന്ന് തെളിയിച്ച ഷോട്ട്. പിന്നീട് 32 പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി. പക്ഷേ കോഹ്ലി നിർത്തിയില്ല. റൺ ചേസ് ചെയ്യുമ്പോൾ വിരാടിന്റെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിലാകും പ്രവർത്തിക്കുക. ഗ്യാപ്പുകൾ കൃത്യമായി കണ്ടെത്തി അനാവശ്യമായ വലിയ അടികൾക്ക് മുതിരാതെ, എന്നാൽ റൺ റേറ്റ് ഒട്ടും കുറയാതെ അയാൾ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പുറത്തുള്ള ബാറ്റർമാർക്ക് പിന്തുണ കൊടുക്കേണ്ട ജോലി മാത്രം. 27 പന്തിൽ 39 റൺസ് എടുത്ത ദേവ്ദത്ത് പടിക്കൽ മാത്രമാണ് ക്രീസിൽ ഉറച്ചത്. ജേക്കബ് ബഥലിന് ഇക്കുറിയും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒടുവിൽ 60 പന്തിൽ 11 ഫോറുകളും 3 സിക്സറുകളും സഹിതം 105 റൺസുമായി കോഹ്ലി തന്റെ ദൗത്യം പൂർത്തിയാക്കി. IPLലെ കോഹ്ലിയുടെ 9ാം സെഞ്ചുറിയാണിത്. ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത RCBക്ക് വേണ്ടി തുടക്കത്തിൽ ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും തകർപ്പൻ പെർഫോമൻസാണ് നടത്തിയത്. കൊൽക്കത്ത ബാറ്റർമാരെ പവർ പ്ലേയിൽ തന്നെ പവനിലേക്ക് മടക്കാൻ ഇവർക്ക് സാധിച്ചു. പിന്നീട് അങ്കിത് രഘുവംശിയും റിങ്കു സിംഗും നടത്തിയ കൗണ്ടർ പഞ്ചിൽ RCB ഒന്ന് വിറച്ചതാണ്. പക്ഷേ അവസാന ഓവറുകളിൽ ഭുവനേശ്വർ കുമാറും ഹേസൽവുഡും റാസിഖ് സലാമും എറിഞ്ഞ കൃത്യതയറിഞ്ഞ യോർക്കറുകളാണ് KKRനെ 192 റൺസിൽ ഒതുക്കിയത്. മോശം ഫോമിലുള്ള റൊമാരിയോ ഷെഫേർഡിന് പകരമെത്തിയ ജേക്കബ് ഡഫി ഇന്നലെ നന്നായി തല്ലുവാങ്ങുന്നതും കണ്ടു. ബ്രാൻഡ് വാല്യൂ കൊണ്ട് മാത്രമല്ല, പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് കോഹ്ലി ടീമിൽ നിലനിൽക്കുന്നത് എന്നതിന് ഈ മത്സരവും സാക്ഷി. ഈ സീസണും പ്ലേ ഓഫ് കണ്ടില്ലെങ്കിൽ കൊൽക്കത്ത ഇനി എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം.